വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കുറച്ചു നാളായിട്ട് ബംഗ്ലാദേശിന്റെ വാർത്തകളൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം യൂനിസിന്റെ കട്ടയും ബോർഡും മുടങ്ങി എന്നുള്ളത് നമ്മൾ കൊടുത്തതാണ്. അതിനുശേഷം നമ്മുടെ പ്രേക്ഷകർക്കും ബംഗ്ലാദേശിന്റെ വാർത്തകളോടൊരു വിമുഖത ഉണ്ടായിരുന്നു. ബംഗ്ലാദേശിന്റെ വാർത്തകൾ ഇട്ടാൽ അവർക്ക് ഇപ്പോൾ എന്താണ് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ബംഗ്ലാദേശ് അണഞ്ഞുപോയി എന്നുള്ളൊരു ധാരണയുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു വലിയ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വന്നിരുന്നു. ബംഗ്ലാദേശ് വ്യോമസേനാ താവളം ആക്രമിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം വരുന്നത്. പതിയിരുന്ന് കുറെ ഭീകരവാദികൾ ഈ വ്യോമസേന താവളം ആക്രമിച്ചിരിക്കുന്നു. മിസ്ക്രിയൻസ് ആണ്, അൺനോൺ മിസ്ക്രിയൻസ് ആണ് അത് ആക്രമിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആരാണ് എന്ന് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. നിരവധി പേർക്ക് പരിക്കേറ്റു. വ്യോമസേന താവളത്തിന് കനത്ത നാശനഷ്ടം സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് കോക്സ് ബസാറിന് അടുത്താണ് ഇത് സംഭവിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പൊ കോക്സ് ബസാറിന്റെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് സംശയിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അൺനോൺ മിസ്ക്രിയൻസ് എന്ന് പറയുന്നത് അരക്കൻ ആർമിയാണ്. കാരണം അരക്കൻ ആർമിയാണ് കോക്സ് ബസാർ പിടിച്ചടക്കി. കോക്സ് ബസാറിന്റെ അടുത്തൊക്കെ അവരുടെ സാന്നിധ്യം വളരെ അതിഭീകരമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ നമുക്ക് സംശയിക്കാം. പക്ഷെ ഇത് അവരല്ല, ഇതൊരു ഭീകരാക്രമണം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീന ഇറങ്ങിയ ശേഷം, യൂനസ് കയറിയ ശേഷം ബംഗ്ലാദേശ് ഭീകരവാദത്തിനെ പാകിസ്ഥാന്റെ അതേ പാതയിലാണ്. ഭീകരവാദം എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. പാകിസ്ഥാൻ എങ്ങനെയാണോ പോകുന്നത് അതുപോലെയാണ്. ഇതുവരെ അവിടെ മാനമര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ജീവിതമെല്ലാം ഇപ്പൊ ദുസ്സഹമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഭീകരാക്രമണങ്ങൾ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നു. ISI ബംഗ്ലാദേശിൽ പ്രവർത്തനം ശക്തമാക്കുന്നു എന്ന് പറയുന്നു. രോഹിംഗ്യൻ തീവ്രവാദികൾക്ക് അവർ ഭീകരവാദ പരിശീലനം നൽകുന്നുണ്ട് ISI എന്ന് പറയുന്നു. നമ്മുടെ ചിക്കൻ നെക്കിന്റെ അടുത്ത് അവരുടെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത, നമ്മുടെ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് വയർലെസ് സിഗ്നലുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട് എന്നാണ് സുരക്ഷാ സേന കണ്ടെത്തിയിരിക്കുന്നത്. ഇത് അറബി ഭാഷയിലാണ്, അറബി ഉറുദു ഭാഷയിലാണ്. അപ്പോൾ സുരക്ഷാ സേന വിചാരിക്കുന്നത് ഇവിടെ അതിർത്തിയിൽ ISIയുടെ സാന്നിധ്യം ഉള്ളതായിട്ടാണ് സുരക്ഷാ സേന ഇപ്പോൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള സുരക്ഷയും നിരീക്ഷണവുമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അതിർത്തിയിൽ എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഈ ആക്രമണത്തിന് പിന്നിൽ ആരായിരിക്കും, അതായത് ഈ വ്യോമ സേന കേന്ദ്രം ആക്രമിച്ചതിന്റെ പിന്നിൽ ആരായിരിക്കും എന്നുള്ളത് എന്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ബംഗ്ലാദേശ് എന്താണ് ഇനി ബംഗ്ലാദേശിൽ സംഭവിക്കാൻ പോകുന്നത്? ഭീകരവാദത്തിന്റെ ഒരു എക്സ്പോർട്ടേഴ്സ് ആയിട്ട് ബംഗ്ലാദേശ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് വലിയൊരു തലവേദനയായിട്ട് അത് മാറില്ല. നമ്മുടെ രാജ്യത്തിന് ചെറുക്കാൻ പറ്റില്ല. കാരണം നരേന്ദ്രമോദിക്കും ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാൻ പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് ട്രംപ് പറഞ്ഞ ശേഷം നമ്മളൊന്നും ഒരു നിലപാടും കേന്ദ്രം എടുത്ത് കണ്ടില്ല. എന്താണ് ബംഗ്ലാദേശിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? ബംഗ്ലാദേശിൽ വാർത്തയില്ല എന്നുള്ളത് നമ്മൾ നോക്കാത്തതുകൊണ്ടാണ്. അതായത് ജനങ്ങൾക്ക് താല്പര്യമില്ല. ധനുഷ് പറഞ്ഞ ആൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ 4 പ്രധാനപ്പെട്ട സംഭവങ്ങള് ഫെബ്രുവരി മാസത്തിൽ നടന്നു. അതിൽ 4 വാർത്തകൾ പുറത്തു വന്നത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അതിലൊന്ന്, ഈ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് ഫെബ്രുവരി മാസത്തിൽ ഉടനീളം ബംഗ്ലാദേശിൽ പ്രക്ഷോഭത്തിന് ആഹ്വാനം നൽകുകയും ലഘുലേഖ വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊരു വലിയ സംഭവം. ഷെയ്ഖ് ഹസീന മുന്നറിയിപ്പും കൊടുത്തു യൂനസിന്, നിങ്ങളെ പുറത്തിറക്കും, ഞങ്ങൾ പ്രതികാരം ചെയ്യും, ഞങ്ങളുടെ രക്തസാക്ഷികളുടെ രക്തത്തിന് ഞങ്ങൾ പകരം ചോദിക്കും എന്നവർ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. അതൊരു സംഭവം. പിന്നീട് അവിടെ നടന്ന മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാല്, അവിടെ ഈ യൂനസിനെ അധികാരത്തിലേറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനെ പുറത്തു കളയാൻ വേണ്ടി പ്രക്ഷോഭം നടത്തിയ ആ വിദ്യാർത്ഥികൾ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു എന്നുള്ളത് വലിയ വാർത്ത തന്നെയാണ്. കാരണം ഈ ഷെയ്ഖ് ഹസീനയുടെ ആവശ്യം ബംഗ്ലാദേശിൽ നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ്. ഈ മുഹമ്മദ് യൂനസിനെ ഈ ഇടക്കാല സർക്കാരിന്റെ ഉപദേഷ്ടാവായിട്ടാണ് വെച്ചിരിക്കുന്നത്, പ്രധാനമന്ത്രിയല്ല. അദ്ദേഹത്തെ കയറ്റി വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചുമതലകളിൽ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പ് വരെയാണ് യൂനസിന്റെ ചുമതല. പക്ഷേ ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത, ഈ സമരം ചെയ്ത വിദ്യാർത്ഥികൾ എല്ലാവരും ചേർന്ന് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. അതിന്റെ ഉപദേഷ്ടാവ് പദവിയിലേക്കും മുഹമ്മദ് യൂനസിനെയാണ് പരിഗണിക്കുന്നത്. അതായത് പുതിയ രാഷ്ട്രീയ പാർട്ടി, കാരണം യൂനസിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഈ രാഷ്ട്രീയത്തിനൊന്നും വലിയ താല്പര്യമില്ല, അധികാരത്തിൽ താല്പര്യമില്ലെന്ന് അദ്ദേഹം പറയുമ്പോഴും പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നത് യൂനസ് ആണ്. അതായത് യൂനസ് ഒരു രാഷ്ട്രീയ പാർട്ടി, ഇപ്പൊ അവിടെ ഉള്ളത് ഷെയ്ഖ് ഹസീനയുടെയും ഖാദാസിയുടെയും ഒക്കെ പാർട്ടി ആണെങ്കിൽ, ഇതുപോലെ യൂനസിന്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി വരുന്നു, ഒരു അധികാരം പിടിച്ച് അംഗീകൃത പ്രധാനമന്ത്രി ആകുക എന്നുള്ളതാണ് അതിന്റെ ഒരു ലക്ഷ്യം. അതിന്റെ പൊളിറ്റിക്സ് അവിടെ നടക്കുന്നു. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് ന്യൂസിന്റെ മലയാള വാർത്ത കൊടുത്തിരുന്നു തോന്നുന്നു, അതിർത്തിയിൽ നിന്ന് സിഗ്നൽ പിടിച്ചെടുക്കുന്ന വാർത്ത. അതിനും 2 ദിവസം മുമ്പ് നമ്മുടെ BSFന്റെ മേധാവി അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുകയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നമ്മളുടെ അയൽ രാജ്യത്തിന്റെ അതിർത്തി ISISന്റെ ഭീകര നേതാക്കന്മാരും പാകിസ്ഥാന്റെ സൈനിക മേധാവികളും വന്നുപോയത് ഇന്ത്യ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്ന് പറയുകയുണ്ടായി. അത് നമ്മൾ അതിന് തൊട്ടു പിന്നാലെയാണ് ഈ പറയുന്ന സന്ദേശങ്ങൾ പിടിച്ചെടുത്ത വാർത്തകൾ വരുന്നത്. അതായത് അതിർത്തിയിൽ നിന്ന് ഈ ഉറുദുവിലും
ഒപ്പം തന്നെ അറബിയിൽ സംസാരിച്ച സന്ദേശങ്ങൾ. അവിടെ ISIS അവരുടെ ക്യാമ്പുകൾ തുറന്നു എന്നും ഈ ബംഗ്ലാദേശ് ബോർഡറിൽ അതായത് ഇപ്പൊ ഈ സ്ഫോടനം നടന്നിരിക്കുന്ന ഭാഗം, അതായത് നമുക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ചിക്കൻ നെക്കിനോട് ചേർന്നൊരു ഭാഗമാണിത്. ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ വ്യോമത്താവളമാണിത്. അതിനടുത്താണ് ഈ റോഹിംഗ്യ അഭയാർത്ഥികളുടെ ക്യാമ്പ് കിടക്കുന്നത്. അപ്പോൾ ആ റോഹിംഗ്യ മുസ്ലിങ്ങൾക്കാണ് ഈ ISIS ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പം ഇവിടുന്നാണ് നമുക്ക് ഈ സിഗ്നൽ വന്നതെന്നും പറയുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് നമ്മൾ ഇന്നലെ കേട്ട ഒരു വാർത്ത, അവിടെ സംഘർഷമുണ്ടായെന്ന്. ആ സംഘർഷം ഉണ്ടാകുന്നതിന്റെ തലേന്ന് ബംഗ്ലാദേശിൽ ഒരു സംഭവം നടന്നിരുന്നു. അത് പാകിസ്ഥാനുമായിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ട് അവർ വ്യാപാര ബന്ധം സ്ഥാപിച്ചായിരുന്നു. അതുപോലെ വ്യാപാര ബന്ധമൊന്നുമില്ലായിരുന്നു, വ്യാപാര ബന്ധം സ്ഥാപിച്ചു. അവിടെ പാകിസ്ഥാന്റെ ഉൽപ്പന്നങ്ങൾ പരിശോധന കൂടാതെ ഇറക്കുമതി ചെയ്യും എന്നാണ് UNS പറയുകയും ചെയ്തത്. അപ്പം അതിന് തൊട്ടു പിന്നാലെയാണ് ഈ സ്ഫോടനം നടക്കുന്നത്. അപ്പൊ സ്ഫോടനത്തെ കുറിച്ച് ബംഗ്ലാദേശി പത്രങ്ങൾ പറയുന്നു ഒരാൾ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ്. പക്ഷെ ഇന്ന് കഥ മാറിയിട്ടുണ്ട്. 6 പേർ കൊല്ലപ്പെട്ടു, സൈന്യം രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിലയുറപ്പിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് വരുന്നത്. അതായത് വിവിധ ഇടങ്ങളിലേക്ക് സംഘർഷം വ്യാപിക്കാതിരിക്കാനുള്ള മുൻകരുതൽ സൈന്യം എടുക്കുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ സിവിലിയന്മാരും സൈനിക ക്യാമ്പിലുള്ള സൈനിക ഉദ്യോഗസ്ഥന്മാരും സംഘർഷം ഉണ്ടാകാറില്ല. കാരണം ഈ സൈനിക ക്യാമ്പിന്റെ പരിസരത്തൊന്നും അങ്ങനെ സിവിലിയന്മാർക്ക് കൂട്ടം കൂടി നിൽക്കാനോ അക്രമം ഉണ്ടാക്കാനോ പറ്റുന്നില്ല. നമുക്കറിയാം നമ്മുടെ സൈനിക ക്യാമ്പുകളും മറ്റുമൊക്കെ എത്ര നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തന്നെയുള്ള സൈനിക ക്യാമ്പിന്റെ പരിസരത്ത് നമ്മൾ അവിടെ പോയിട്ട് കൂട്ടം കൂടി നിൽക്കുന്നത് KJ വിളിക്കാനും ഇടിയുണ്ടാക്കാനും നമുക്ക് നടക്കുന്ന കേസല്ല. അവരിങ്ങോട്ടും വരാറില്ല, അങ്ങനെ പോകുന്നിടത്താണ്. അവിടെയാണ് ഇത് നടന്നു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നടത്തണമെന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ ഗ്രാമീണരല്ല. ഈ ബംഗ്ലാദേശി പത്രങ്ങൾ പറയുന്നത് സാധാരണ ഗ്രാമീണരാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വെടിവെപ്പും മരണമൊന്നും സംഭവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് ചില പത്രങ്ങൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ബംഗ്ലാദേശിനകത്ത് ഈ ഒരു രാജ്യം എപ്പോഴും അതിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി, അതായത് ഭരണഘടന ഒരു രാജ്യത്തിന് തകരുകയും ഭരണഘടന തകർന്നു കഴിഞ്ഞാൽ ആദ്യം ആ രാജ്യത്തിന് സംഭവിക്കുന്നത് അവിടുത്തെ ലോ ആൻഡ് ഓർഡർ മുഴുവൻ തെറ്റും, നിയമവ്യവസ്ഥ മുഴുവൻ താളം തെല്ലും. പ്രത്യേകിച്ച് അതിന് പകരം എത്തുന്നത് മതാധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണമാണ് എങ്കിൽ ഈ മതത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഏത് മതമായാലും, അതിപ്പം ഇസ്ലാം മതമായാലും ഹിന്ദു മതമായാലും സിഖ് മതമായാലും ക്രിസ്ത്യാനിറ്റി ആയാലും ഒക്കെ തന്നെ ഈ മതത്തിനകത്ത് അനവധി അവാന്തര വിഭാഗങ്ങളുണ്ട്. എല്ലാവരും ഒരുപോലെയല്ല. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് എല്ലാവരും ഇസ്ലാം മതത്തിലാണെങ്കിൽ നമ്മൾ പറയുന്നത് എല്ലാവരും ശരിയാണ്, ഒരു ദൈവമാണ് എങ്കിൽ പോലും ഈ ആചാരങ്ങളുടെ കാര്യത്തിലായാലും അവരുടെ നിലപാടുകളുടെ കാര്യത്തിലായാലും ഇല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ്, ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട് ദൈവങ്ങളെ ആരാധിക്കാനും, ഇല്ലെങ്കിൽ അവർക്കൊരു പോളിസി ഉണ്ട്, ഈ ദൈവം ഇന്ന കണക്ക് പ്രവർത്തിക്കുന്നു. അപ്പം അതുപോലെ അനവധി ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളാണ് പിന്നീട് ടെററിസ്റ്റ് ഗ്രൂപ്പുകളായി മാറുന്നത്. ടെററിസ്റ്റ് ഗ്രൂപ്പുകളായി മാറാൻ വലിയ പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ടെറർ ഓൾറെഡി അവിടെ ഉണ്ട്, ടെറർ ഗ്രൂപ്പുകളുടെ ലീഡേഴ്സ് അവരുണ്ട്. അവരിങ്ങനെ അസംതൃപ്തരായ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക. ഇത് തന്നെയാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്. അവിടെ നടക്കുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഇതുപോലെയുള്ള മതസംഘടനകൾ രൂപീകരിക്കുന്നു. ഈ മതസംഘടനകളുടെ മറവിൽ ഭീകര സംഘടനകൾ രൂപീകരിക്കുന്നു. അവരാണ് എല്ലായിടവും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശും അതിന്റെ വഴിയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ 1-2 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഒന്ന്, ഇപ്പൊ ധനുഷ് നേരത്തെ പറഞ്ഞ അരക്കൻ ആർമിയാണോ ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യം ഒരു പോയിന്റാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ISIS അവിടെ സ്വാധീനം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു തർക്കമാണോ? കാരണം ഈ പാക് സൈന്യത്തിന് ഈ ISIS അവിടെ വരുന്നതിനോടോ അല്ലെങ്കിൽ പാക് സൈന്യമായിട്ട് കൂടിക്കലർന്ന് മുമ്പോട്ട് പോകുന്നതിനോടോ വലിയ താല്പര്യമില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ നമ്മൾ വാർത്ത ചെയ്തിരുന്നതാണ്. ആ പാക് സൈന്യ മേധാവി ഇന്ന് വരെ അവിടെ ഭരണമാറ്റത്തെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ആകെ വാ തുറന്നൊരു കാര്യം പറയാനാണ്, ഇന്ത്യയുമായിട്ട് എത്രയും നല്ല ബന്ധത്തിൽ പോകണം, അതിർത്തി ചർച്ചകളെല്ലാം സുഗമമായി പോകണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആകെ പറഞ്ഞൊരു കാര്യം. ഇവിടെ അതും സംശയിക്കേണ്ടിയിരിക്കുന്നു 2 കാര്യങ്ങൾ. മൂന്നാമതൊരു കാര്യം, ഈ UNS സർക്കാരിനെ തകർക്കുവാനായിട്ട് വിവിധ ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നുണ്ട്. ഷേഖ് ഹസീനയുടെ പാർട്ടി, രാഷ്ട്രീയ പാർട്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ UNS സർക്കാരിന് അതൊരു വലിയ പ്രാതിനിധ്യം നേടിയെടുക്കാൻ വിവിധ ടെറർ ഗ്രൂപ്പുകൾ പിന്തുണ നൽകുന്ന ഗ്രൂപ്പുകൾ ബംഗ്ലാദേശിൽ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ളതാകാം. ഏതായാലും ബംഗ്ലാദേശിന്റെ അന്ത്യം ഏതാണ്ട് ആയിത്തുടങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുവിധം നല്ല രീതിയിൽ മുമ്പോട്ട് കടവും വിലയും ഒക്കെ ദാരിദ്ര്യമൊക്കെ ആയിരുന്നെങ്കിലും ഒരുവിധം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് ആ രാജ്യം. ഇപ്പോ ഏതാണ്ട് കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പാകിസ്ഥാനേക്കാൾ കഷ്ടമായ രീതിയിലേക്ക് പോയി. പാകിസ്ഥാനിലും അങ്ങനെയാണ്, ഒന്നിനും ഒരു വ്യവസ്ഥയില്ല.
പച്ചമലയാളത്തിൽ പറഞ്ഞ വെളിവും വെള്ളിയാഴ്ചയില്ല എന്ന് പറയുന്ന പോലെയാണ്. ആ രീതിയിലേക്ക് ഇപ്പൊ ബംഗ്ലാദേശും പോയിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇത് അത്ര സുഖകരമായ ഒരു വാർത്തയല്ല. ഒരുപക്ഷെ ഇത് കേൾക്കുന്നവർക്ക് ഒരു സന്തോഷം തോന്നും, ആ അവർക്കൊരു അതെ. പണി കിട്ടിയല്ലോ, അവര് നശിച്ചല്ലോ എന്ന്. നമ്മുടെ ഈ നാട്ടിലൊരു ചൊല്ലുണ്ട്, നാം കെട്ടാലും അതിര് കെടരുതെന്ന് പറയും. അതായത് ഉം. നമ്മൾ നശിച്ചാലും നമ്മുടെ അതിര് അയൽവക്കം നശിക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു ഹെൽപ്പിന് വിളിക്കണമെങ്കിൽ അവർ നശിച്ചു കിടന്നാൽ വിളിക്കാൻ പറ്റില്ലല്ലോ. നമുക്കിപ്പോ ഒരു അതെ. ഹെൽപ്പ് ചോദിക്കണമെങ്കിലോ, ഇല്ലെങ്കിൽ ഈ പഴയ കാലത്ത് എന്നൊക്കെ പറഞ്ഞ പൈസയേക്കാൾ കൂടുതൽ സാധനങ്ങളായിരിക്കും, അല്പം പഞ്ചസാരയോ അല്പം അരിയോ ഒക്കെ വാങ്ങണമെങ്കിൽ അവിടെ ഉം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അത്യാവശ്യത്തിന്. അതുകൊണ്ടാണ് ആ പഴഞ്ചൊല്ല്. ശരിക്കും രാജ്യങ്ങളുടെ കാര്യത്തിലും അത് തന്നെയാണ്. നമ്മളുടെ അയൽ രാജ്യങ്ങളെല്ലാം അത്യാവശ്യം ഉം. നല്ല നിലയിൽ കിടന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് ഡെവലപ്പ് ചെയ്യാൻ കഴിയൂ. നമ്മുടെ അതെ. അയൽ രാജ്യങ്ങളിലെല്ലാം പ്രശ്നങ്ങളാണ് എങ്കിൽ നമ്മൾ കൂടുതൽ പണം നമ്മുടെ അതിർത്തി സംരക്ഷിക്കാനായി മുടക്കേണ്ടി വരും. നമ്മളുടെ ഉം. ഉം. ഏറ്റവും ഉം. കൂടുതൽ ശ്രദ്ധ പോകുന്നത് അതിർത്തിയിൽ എന്ത് നടക്കുന്നു. കാരണം നമുക്ക് ഈ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നവന്മാർ ഇങ്ങോട്ട് കയറി വരും, ഇല്ല അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രശ്നത്തിന് ഇടവരും. ഇതാണ്. പക്ഷെ അതെ. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിന്റെ ചുറ്റോട് ചുറ്റും കിടക്കുന്നത് രാജ്യങ്ങളെല്ലാം തന്നെ ഉം. പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ അല്പമെങ്കിലും അതിൽ ഭേദമുള്ള രാജ്യം ശ്രീലങ്കയാണ് എന്ന് തോന്നുന്നു. അപ്പോ അതെ. ബംഗ്ലാദേശ് കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നതാണ്, അവിടെയും പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ ഉം. രാജ്യത്തിനെ സംബന്ധിച്ച് ഇത് നിർണായക വാർത്തയാണ്. രണ്ട്, ഈ സ്ഫോടനം നടന്നു എന്ന് പറയുന്ന ഈ ആക്രമണം, സൈനിക നേരെ നടന്ന ആക്രമണം നടന്ന സ്ഥലം ചിക്കൻ നെക്കിന് വളരെ അടുത്താണ്. ഇന്ത്യ അവിടെ ഉം. ഏറെക്കാലമായിട്ട് വലിയ ഡെവലപ്മെന്റ്സ്, അവിടെ റെയിൽ ട്രാക്കുകൾ ചിക്കൻ നെക്കിലേക്ക് കൊണ്ടുവരുന്നു. ഒപ്പം തന്നെ നമ്മുടെ അവിടെ ഒരു ഷിപ്പിംഗ് തുടങ്ങാനുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. അരക്കൻ ആർമി ഒരു വലിയ രീതിയിൽ അവിടെ ഒരു ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരിടത്താണ് ഈ ഒരു സംഭവം. ഉം. ഏതായാലും ഇപ്പോൾ സത്യങ്ങൾ കുറെ കുറെ പുറത്തു വരുന്നുണ്ട്. ഇന്നലെ വന്ന വാർത്തയിൽ നാട്ടുകാരുമായി ഉണ്ടായ സംഘർഷം ചില മാധ്യമങ്ങൾ കൊടുത്തത് ഇരുവിഭാഗം തമ്മിലുണ്ടായ സംഘർഷം എന്നായിരുന്നുവെങ്കിൽ അതെ. 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 ഇപ്പോഴത് മാറിയിട്ട് ടെറർ അറ്റാക്ക് ആണ് അല്ലെങ്കിൽ ഭീകരാക്രമണമാണ് എന്ന തലക്കെട്ടോടു കൂടിയുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഉം. ബംഗ്ലാദേശിൽ തന്നെ ചില മാധ്യമങ്ങൾ 6 പേർ കൊല്ലപ്പെട്ട വിവരവും പറയുന്നുണ്ട്. അപ്പോൾ ഉം. ഏതാണ്ട് ഒരു വലിയ സംഘർഷമാണ്. ഒപ്പം തന്നെ രാജ്യത്ത് പലയിടത്തും സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആ വാർത്തയിൽ. ഉം. ഉം. എനിക്ക് ഉം. തോന്നുന്നു ചിലപ്പോൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ഉം. ദിവസങ്ങളിൽ നിന്നല്ല, വരും മണിക്കൂറുകളിൽ ഇതിന്റെ അപ്ഡേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ബംഗ്ലാദേശിൽ വലിയ ഒരു ആഭ്യന്തര കലാപത്തിന് ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങി. അത് ഉം. പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഈ പറയുന്ന ഈ ഷേഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് പാർട്ടി, അവരുടെ കുറെ ഡിമാൻഡ്സുകളുണ്ട്. അവരുടെ ആളുകളെ ഉം. കിട്ടണം, ജയിലിൽ നിന്ന് വിട്ടയക്കണം, 2 ഇലക്ഷൻ എത്രയും പെട്ടെന്ന് നടത്തണം. ഒപ്പം തന്നെ അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ ചേർന്നിട്ട് കാരണം അവരുടെ കയ്യിൽ ഇത് പോയി. ഉം. അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളാണ് സമരം ചെയ്ത് യൂനസിനെ അധികാരത്തിൽ ഏറ്റിയതെങ്കിലും ആ സംഘടനയുടെ കയ്യിൽ നിന്നൊക്കെ ഈ സാധനം പോയിട്ട് മറ്റു ചില ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ചില സംഘടനകൾ ഈ ഭരണത്തെ ഹൈജാക്ക് ചെയ്തു. അവിടേക്ക് അതെ. കൂടുതൽ കൂടുതൽ സംഘടനകൾ എത്തുന്നു. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടല്ല ISISന്റെ നിലപാട്, ISISന്റെ രീതിയല്ല അൽ ഖ്വയ്ദയുടെ നിലപാട്. ഇതെല്ലാം ഉം. വ്യത്യസ്തരാണ്. കേൾക്കുമ്പോൾ എല്ലാം ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പോരാടുന്ന ഭീകരരാണെങ്കിലും വ്യത്യസ്ത ഗ്രൂപ്പുണ്ട്. നമ്മുടെ ഈ മാവോയിസ്റ്റിന്റെ കാര്യം പറഞ്ഞ കണക്കാം. മാവോയിസ്റ്റുകൾക്ക് അനവധി ഗ്രൂപ്പുണ്ട്. അതായത് നക്സലിസം ഉണ്ട്, മാവോയിസ്റ്റ് ഉണ്ട്, മാവോയിസ്റ്റ് ലെനിനിസം ഉണ്ട്, അങ്ങനെ വിവിധ ഗ്രൂപ്പുണ്ട്. ഇപ്പൊ എല്ലാം കൂടെ വന്നിട്ട് മാവോയിസ്റ്റുകൾ നമ്മൾ അതിനെ കോമൺ ആയിട്ട് പറയുന്നെങ്കിലും അതിനകത്ത് തന്നെ ഉം. സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഈ വിപ്ലവകാരികൾക്കൊക്കെ ഓരോ ഐഡിയോളജിയാണ്. ഉം. മാവോയുടെ പാത പിന്തുടരുന്നവര്, ലെനിന്റെ പാത ഉം. 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 പിന്തുടരുന്നവര്, അങ്ങനെ പല പല ആളുകൾ പിന്തുടരുന്നവരാണ്. അതേപോലെ ഉം. തന്നെ ഭീകരർക്കും അത്തരത്തിലുള്ള ചില, കാരണം ഇവർക്ക് അവരുടെ ലീഡർ, ഈ സംഘടന രൂപീകരിച്ച ലീഡർ ചില നിർദ്ദേശങ്ങൾ കൊടുക്കും. ഉം. ഈ ഉം. ലീഡറെ ഇവർ കാണുന്നത് അവരുടെ ഒരു ദൈവമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം ഉം. കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. ഈ വഴി നിങ്ങൾ പോകുമ്പോൾ ഇത്ര നാളാകുമ്പോൾ നിങ്ങൾക്ക് ഈ രാജ്യം സ്വന്തമാകും, ഇല്ലെങ്കിൽ ഈ ഉം. ഉം. പ്രദേശം ഉം. സ്വന്തമാകും. അതിനുവേണ്ടി നിങ്ങൾ ഇതേ രീതിയിൽ വേണം പ്രവർത്തിക്കാൻ. നമ്മുടെ ആളുകൾ അതെ. ആരും തന്നെ ഇന്ന ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക, അങ്ങനെ കുറെ തിയറികൾ ഇവർ ഉണ്ടാക്കി വെക്കും. അതേപോലെ തന്നെയാണ് ഇത്. ഇപ്പോൾ അവരെല്ലാം കൂടി കയറി പിടിമുറുക്കിയതിന്റെ ഒരു ഭാഗം ഇപ്പോൾ അവിടെ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്, പ്രകടമായി കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ജയശങ്കർ, നമ്മുടെ വിദേശകാര്യമന്ത്രി, പറഞ്ഞൊരു കാര്യമുണ്ട്. ബംഗ്ലാദേശിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത് എന്ന് അതെ. അദ്ദേഹം വളരെ രൂക്ഷമായ രീതിയിലാണ് പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി വന്നിരിക്കുന്നു. അവർ പറയുന്നത് രമ്യതയെ, അതായത് ഇരു രാജ്യങ്ങളും പരസ്പര ബഹുമാനത്തോടു കൂടി സംസാരിച്ച് പ്രശ്നങ്ങൾ എത്രയും ഉം. പെട്ടെന്ന് പരിഹരിക്കണമെന്ന നിലയിലേക്ക് യൂനസും മാറുന്നുണ്ട്. അതായത് ബംഗ്ലാദേശിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഈ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതുകൊണ്ട് ഈ അമേരിക്കയുടെ ഒരു ഹെൽപ്പ്, കാരണം അമേരിക്കയ്ക്ക് വലിയ ഉം. സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അവിടെ, അവരുടെ അതെ. അതും കൂടെ ഒക്കെ ചേർത്ത് ഇന്ത്യയെ കൂടെ ഒക്കെ ചേർത്ത് വലിയ രാജ്യം, ക്രിസ്തു രാജ്യമൊക്കെ സ്ഥാപിക്കണം എന്നൊക്കെ ഉള്ളതെങ്കിൽ ആ മോഹമൊക്കെ ഇപ്പൊ ഏതായാലും അമേരിക്ക വിട്ടിട്ടുണ്ട്. കാരണം എക്സ്ട്രാ കൊണ്ട് പൈസ മുടക്കാൻ അവർ തയ്യാറല്ല. ഈ ട്രംപ്, ഉം. ഒന്നാം ട്രംപ് ഇരിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ്.
പുള്ളി യുദ്ധത്തിന് പോകാൻ തയ്യാറാകാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെറുതെ എന്തിനാ പൈസ കളയുന്നത് വെച്ചിട്ട്. കാരണം ഈ അടുത്ത കാലത്തൊന്നും അമേരിക്ക എവിടെങ്കിലും പോയി യുദ്ധം ജയിച്ച ചരിത്രവുമില്ല. പണ്ട് ഉം. അവർ വരുന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞ വലിയ പേടിയും ഭയവും ഒക്കെ എല്ലാവർക്കും ആയിരുന്നു. ഇന്ന് വരെ എവിടെങ്കിലും പോയി, അത് ട്രംപിന് നന്നായിട്ട് അറിയാം. കാരണം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവർക്ക് പോകേണ്ടി വന്നു, സിറിയയിൽ നിന്ന് അവർക്ക് പോകേണ്ടി വന്നു, ഇറാഖിൽ നിന്ന് അവരെ ആകപ്പാടെ നട്ടം തിരിഞ്ഞു. ഇപ്പൊ അവർക്ക് വലിയ ക്യാമ്പൊന്നും അവിടെ ഇല്ല ഇറാഖിൽ. ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ്. എങ്ങും യുദ്ധം ജയിക്കാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ പോയി അവിടെ കിടന്ന് ഇവരുടെ ട്രൂപ്പിനെ ഒക്കെ കൊണ്ട് അവിടെ ഇട്ട് വലിയ സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കാന്നുള്ളത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് ഉം. കണ്ടറിഞ്ഞുകൊണ്ടാണ് ട്രംപ്, അല്ലാതെ ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടല്ല ഈ ട്രംപ് ബംഗ്ലാദേശിന്റെ വിഷയത്തിൽ ഇടപെടുന്നില്ല ഞങ്ങളെന്ന് പറഞ്ഞത്. കാരണം ട്രംപിന് അറിയാം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ പോക്കാണ്, വെറുതെ ഉം. സമയം കളയുന്നില്ല. ഉള്ള സമയം കൊണ്ട് കുറെ പൈസ ഉണ്ടാക്കി അമേരിക്കക്കാരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ട്രംപിന്റെ ലക്ഷ്യം. കാരണം ഉം. അദ്ദേഹം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ രാജ്യം മാത്രമേ ഉള്ളൂ. ഇന്ത്യയാണെങ്കിൽ എല്ലാ കാര്യത്തിനും അമേരിക്ക നോക്കി ഇരിക്കുന്നില്ല. കാരണം ട്രംപിനെ കണ്ടിട്ടല്ല ഇന്ത്യ ഉണ്ടായതും മോദി ഉണ്ടായതും. കാരണം ട്രംപ് അധികാരത്തിൽ നിന്ന് പോയാലും മോദി ഒരു കൊല്ലം കൂടെ തുടരും. കാരണം നമ്മുടെ രാജ്യത്ത് 5 കൊല്ലം കൂടുമ്പോഴാണ് തെരഞ്ഞെടുപ്പ്. അതായത് ട്രംപിന്റെ അധികാര പരിധി കഴിഞ്ഞാൽ മോദിക്ക് പിന്നെയും അധികാര പരിധി കാണും. ഇപ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ 2 ദിവസത്തെ ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് ബ്രിട്ടൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് 2022 നിർത്തിവെച്ചിരുന്ന വ്യാപാര കരാറുകൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള തിരക്ക് പിടിച്ച ശ്രമങ്ങളാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ താരിഫ് യുദ്ധത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ചർച്ചകൾ നടക്കുന്നത്. അതായത് ഉം. ഏതൊക്കെ രാജ്യങ്ങളും ശ്രദ്ധേയമാണ്. ഒന്ന് ബ്രിട്ടൻ, ട്രംപുമായിട്ട് അവർ ഉടക്കി നിൽക്കുന്ന ഒരു രാജ്യമാണ്. ജർമ്മനി, ഇരിക്കുന്ന ഭരണാധികാരി ട്രംപുമായിട്ട് ഉടക്കുള്ള ആരാണ്? പിന്നുള്ളത് ഫ്രാൻസിൽ നിന്ന് ഈ അടുത്ത് നരേന്ദ്രമോദി പോയിട്ട് ആയുധങ്ങൾ വാങ്ങിയത് ഓർമ്മയില്ലേ? ഇവിടെ ചില ഉം. ആളുകൾ പറയുന്നത് വളരെ കൗതുകരമാണ്. ട്രംപ് കയറിയത് മുതൽ മോദി ആകെ ഭയന്നുപോയി. ട്രംപ് അവിടെ നിന്ന് പറയും മണിപ്പൂരിലെ വിഷയം തീർക്കൂ, അപ്പൊ തന്നെ മണിപ്പൂരിലെ വിഷയം തീർക്കും. പിന്നെ അറസ്റ്റ് ചെയ്തവരെ തുറന്നു വിടൂ എന്ന് ട്രംപ് പറയും. എന്തൊരു ഊളത്തരമാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്ത കാര്യം. കാരണം ഇന്ത്യ ഒരു രാജ്യമല്ലാതിരുന്ന കാലത്ത് 200 വർഷമാണ് സായിപ്പന്മാർ ഇവിടെ ഭരിച്ചത്. 200 വർഷം. ഇന്ത്യ അന്ന് ഒരു രാജ്യം പോലുമല്ല. അന്ന് ഉം. അവർക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല. 200 വർഷം ഭരിച്ചിട്ട് നമ്മളെ അടക്കി ഭരിച്ച് ഈ രാജ്യത്തുണ്ടായിട്ട് അവർക്ക് നിൽക്കാൻ പറ്റില്ല പോയ ഉം. അവരാണ് ഇന്ന് അവിടെ ഇരുന്നിട്ട് ട്രംപിനെ നിയന്ത്രിക്കുന്ന മോദിയാണ് എന്നുള്ളത്. അത് സാമാന്യ ലോജിക്ക് അനുസരിച്ച് ഒരു പത്രം വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും എന്താണെന്നുള്ളത്. നരേന്ദ്രമോദി അമേരിക്ക പോകുന്നതിന് തൊട്ട് മുമ്പ് ചെയ്തൊരു കാര്യം എന്താണ്? ഏറ്റവും വലിയ വാർത്തയായിരുന്നു. എത്ര പേര് ആ വാർത്ത കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ ആ വാർത്ത ചർച്ച ചെയ്തിരുന്നു. കാരണം ഫ്രാൻസുമായി നമ്മൾ വലിയൊരു കരാർ ഒപ്പിട്ടു. അതെ, അതെ. ആയുധ കരാർ. ഫ്രാൻസ് നമ്മളുടെ കയ്യിൽ നിന്ന് പിനാക മിസൈൽ വാങ്ങാണ്ട് ഒരു കരാർ ഒപ്പിട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും. അതെന്തായിരുന്നു എന്നുള്ളത് ആലോചിക്കണം. ഫ്രാൻസിന്റെ ഭരണാധികാരി ആരാണ്? മാക്രോൺ ആണ്. ഈ മാക്രോണും ട്രംപും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാമല്ലോ. അവര് വലിയ ശത്രുതയിൽ നിൽക്കുന്ന രണ്ടുപേർ. അവിടെ പോയിട്ടാണ് മോദി അമേരിക്കയിൽ പോയത്. അമേരിക്ക ഉം. ചെന്നപ്പോഴും ട്രംപ് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇദ്ദേഹത്തിനെ നമുക്ക് അത്ര വേഗം ഒതുക്കാൻ കഴിയുന്ന ഒരു നേതാവല്ല മോദി എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ പറയുന്നവർക്ക് പറയാം, കൈയടിക്കാൻ ആളുള്ളിടത്തോളം കാലം അങ്ങനെയൊക്കെ പറയാം. അതൊന്നും ഒരു കാര്യമേ അല്ല. കാരണം ക്രിസ്തുരാജ്യം മണിപ്പൂരും മ്യാൻമാറും ബംഗ്ലാദേശും ചേർത്ത് ക്രിസ്തുരാജ്യം രൂപീകരിക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ്. അങ്ങനെയെങ്കിൽ ഈ മണിപ്പൂരിലെ പ്രശ്നം എത്രയും പെട്ടെന്ന് സോൾവ് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആ ക്രിസ്തുരാജ്യം വേണ്ട എന്നാണ് ട്രംപ് തീരുമാനിച്ചത്. അപ്പൊ ഈ പറയുന്നതിൽ എന്താ ലോജിക്ക് ഉം. ഉള്ളത്? ഉം. ഉം. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന ചില ഫൂളിഷ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. അതൊന്നും അല്ല കാര്യം. ട്രംപ് അവിടെ പൈസ ട്രംപിന്റെ രാജ്യത്തിന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇനി വേറൊരു ചെറിയ കാര്യം കൂടി ഞാൻ പറയാം. ഈ ടെസ്ല ഇന്ത്യയിൽ വരാൻ വേണ്ടി എത്രയോ നാളുകൊണ്ട് ശ്രമിക്കുന്നത്. മസ്ക് എന്ന് പറയുന്ന ട്രംപിന്റെ വലങ്കൈയാണ്. ആ ട്രംപ് വിചാരിച്ചിട്ട് മോദി കുഴപ്പമില്ല, നിങ്ങൾ ഇവിടെ വണ്ടി നിങ്ങൾ പറയുന്നതൊക്കെ ഇറക്കിക്കോ, ഞങ്ങൾ നികുതി കുറച്ച് തരാം, നിങ്ങൾ ഇവിടെ കൊണ്ട് ഇറക്കി നിൽക്കാൻ മോദി പറഞ്ഞു. ഇല്ല, മോദി ഉം. പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പൊ മസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെന്നൈയിൽ അവരുടെ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇവിടെ നിർമ്മിക്കൂ, അപ്പൊ നിങ്ങൾക്ക് വളരെ ലാഭം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ സ്വാഭാവികമായി എല്ലാ രാജ്യത്തിനുള്ള താരിഫ് നിങ്ങൾ നൽകണം. അത് തുറന്നു പറഞ്ഞ കാര്യമാണ്. അതിന് ഇളവ് കൊടുത്തില്ല. അതായത് ട്രംപിന്റെ വലങ്കൈ ആയിട്ടുള്ള മസ്കിന് നമ്മൾ ഒരു ഇത് കൊടുക്കും. കാരണം ഇന്ത്യ കണക്ക് ഒരു രാജ്യത്തിന്, ഈ അമേരിക്ക കണക്ക് ഒരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം മുൻപോട്ട് പോകേണ്ട കാലം കഴിഞ്ഞു. അത് എ ബി വാജ്പേയിയുടെ കാലത്ത് നമ്മൾ തെളിയിച്ചതാണ്. അന്ന് എ ബി വാജ്പേയിയുടെ കാലത്ത് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ച ആ ഉപരോധം ജനം പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ നാം അത് മറികടന്നു. പിന്നെ ചില മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ ഇനി ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാ പെട്രോളിയം ഉൽപ്പന്നങ്ങളും അമേരിക്കയിൽ നിന്നാണ്. 11 ലക്ഷം കോടി രൂപയുടെ ഇന്ത്യയുടെ പെട്രോളിയം ബിസിനസ് മുഴുവൻ ട്രംപ് മോദിയെ കൊണ്ട് ഒപ്പിടിച്ചെന്നാണ് പറയുന്നത്. വലിയ രസമെന്ന് വെച്ചാല് മോദി വന്നതിന്റെ പിറ്റേ ദിവസം ഇന്ത്യയിലേക്ക് ഒരു ഭരണാധികാരി വന്നിരുന്നു. ആരാന്ന് ധനുഷിനറിയാവോ? ഖത്തറിന്റെ ഭരണാധികാരി.
ഇവിടെ വന്നിട്ട് അദ്ദേഹം ഒപ്പിട്ടിട്ട് പോയത് എത്ര ബില്യൺ ഡോളറിന്റെ കച്ചവടമാണ്. രണ്ടായിരത്തി നമ്മൾ ചർച്ച പതിനഞ്ചില് ചെയ്തതാണ്. ഖത്തറുമായിട്ട്, അതെ, 2015 ഖത്തറുമായിട്ട് നമ്മളൊരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അവിടുന്ന് ഒരു പൈപ്പ് ലൈനിന്റെ കാര്യം, വാതക പൈപ്പ് ലൈനിന്റെ ഉം, കാര്യം, അത് എത്രയും പെട്ടെന്ന് സ്പീഡാക്കണം എന്നുള്ള കരാറിൽ കൂടെ ഒപ്പിട്ടിട്ടാണ് പുള്ളി പോയത്. അപ്പൊ അതെ. ഈ ട്രംപിന് എണ്ണ മുഴുവൻ പേടിച്ച്, ട്രംപിനെ പേടിച്ച് മോഡി എണ്ണ മുഴുവൻ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഖത്തറിന്റെ ഭരണാധികാരിയോട് വരേണ്ട കാര്യമില്ലല്ലോ. അത് തന്നെയല്ലേ മോദി ഈ ട്രംപിനെ കാണാൻ പോകുന്നതിന്റെ തലേ ദിവസം പോയി കണ്ടത് ആരെയാണ്? ട്രംപിന്റെ എക്കാലത്തെയും ബദ്ധ ശത്രുവിനെയാണ് പോയി കണ്ടത്. അപ്പൊ ഇതൊക്കെ ലോജിക്കാണ്. ആ ലോജിക്ക് മനസ്സിലാകാതെ നമ്മളൊരു ഓളത്തിന് തള്ളിയിട്ട് കാര്യമില്ല. അത് വേറൊരു കാര്യം. അത് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് തള്ളുന്നു എന്നുള്ളതേ ഉള്ളൂ. ലൈക്ക് കിട്ടാനോ അല്ലെങ്കിൽ റീച്ച് കിട്ടാനോ ചെയ്യുന്നുള്ളൂ. പക്ഷെ യാഥാർത്ഥ്യം ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ട്രംപ് ഇടപെടുന്നത് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, പകരം അവിടെ ഇടപെട്ടിട്ട് ലാഭമൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോ ആ ഒരു അവസ്ഥയോടെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി തന്നെ ബംഗ്ലാദേശിന്റെ സാമ്പത്തിക തകർച്ചയിലേക്ക് നിന്നു. അവർക്ക് വേറെ ഫണ്ട് അങ്ങനെയൊന്നും കിട്ടാനില്ല. അല്പമെങ്കിലും സഹായിക്കുമെന്ന് കരുതിയത് USA ആണ്, അമേരിക്കയാണ്. അവരും ഇപ്പൊ ആ ഫണ്ടൊക്കെ നിർത്തിയോടുകൂടി സഹായം വേറെ എങ്ങുമില്ല. ഇനി അഥവാ ചെറിയ സഹായം കിട്ടിയിട്ടും അവർക്ക് കാര്യമില്ല. അതുകൊണ്ടാണ് അവർ ഇന്ത്യയുമായി വീണ്ടും വീണ്ടും അടുക്കുന്നത്. കാരണം വൈദ്യുതി കൊടുക്കുന്ന നമ്മളാണ്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന നമ്മളാണ്, അരി കൊടുക്കുന്ന നമ്മളാണ്, മരുന്ന് കൊടുക്കുന്ന നമ്മളാണ്, ഇതെല്ലാം നമ്മളാണ്. അപ്പൊ നമ്മളെ ഒരു സുപ്രഭാതത്തിൽ വെട്ടിക്കളഞ്ഞ് പോകാൻ കഴിയില്ല. ഇതിന്റെ ഇടയ്ക്ക്, ഈ വെപ്രാളത്തിനിടയ്ക്ക് ഇദ്ദേഹം പോയിട്ട്, നമ്മുടെ യുനെസ് പോയിട്ട് പാകിസ്ഥാനിൽ ഒരു കരാറും പോയി ഒപ്പിട്ടു, നിങ്ങളുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ടു. അത് ധനുഷ് തന്നെയാണെന്ന് തോന്നുന്നു ആ വാർത്ത ഇറക്കിയത്. അവര് ചീഞ്ഞത് പുളിച്ചതും ഒക്കെ ആയിട്ടുള്ള ഉരുളം കിഴങ്ങും തക്കാളിയൊക്കെ ഇങ്ങോട്ട് കയറ്റി വിട്ടു. അത് ബംഗ്ലാദേശ് വേറൊരു വിഷയമായി. ഇപ്പൊ അതേ വീണ്ടും അവരുമായിട്ടുള്ള വ്യാപാര കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം. അതൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്ന കാര്യം. ഏതാണ്ട് ബംഗ്ലാദേശ് ന്റെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഇന്ത്യ വളരെ ഗൗരവത്തിൽ കാണുന്ന വിഷയങ്ങൾ തന്നെയാണ്. കാരണം നമുക്കും അത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ അതിര് കെട്ടുപോയാൽ ഓക്കെ. അവിടെ അത് കൈയടക്കുന്ന ഭീകരവാദികളും മറ്റുമായിരിക്കും. നമ്മൾ കാണുന്നതാണ് കാശ്മീർ പാകിസ്ഥാൻ ബോർഡറിൽ സംഭവിക്കുന്നത് എന്താണെന്ന്. അതിന് സമാനമായ ഒരു അന്തരീക്ഷം നമുക്ക് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ബോർഡർ ഉള്ള ഒരു പ്രദേശമാണ് ബംഗ്ലാദേശുമായിട്ട്. 4026 ഉള്ളൂ. അപ്പോ 4026 ഉണ്ട്. അപ്പൊ അവിടെ അത് വിഷയങ്ങളായിട്ടുള്ള സാധനം തന്നെയാണ്. താങ്ക് യു ബിജേട്ടാ. താങ്ക് യു സോ മച്ച്.